ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7. രാവിലെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഓവൻ്റെ ഡോർ അടയ്ക്കാൻ മറന്നു അനീഷ് ചൂണ്ടിക്കാണിച്ചിട്ട് തുടങ്ങിയ ഒരു വഴക്കാണ്. ആദ്യം സരികയും ഷാനവാസും ഇടപെട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവുന്നു എന്ന് പറഞ്ഞ് ബിന്നി അതിനകത്ത് ഇടപെട്ട് അനീഷുമായിട്ട് വഴക്കായി. ഓൾറെഡി അവിടെ എല്ലാവർക്കും ഫുഡ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും. ബിന്നി പറഞ്ഞതനുസരിച്ച് ഫുഡിൽ തുപ്പൽ തെറിക്കാതെ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം ഷാനവാസ് വന്ന് പറഞ്ഞു. അപ്പാനി ഇല്ലാത്ത കാരണമാണ് അക്ബർ മിണ്ടാതെ നിൽക്കണമെന്ന് ഒനീല അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണോ എന്തോ അക്ബർ പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അവർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ സംസാരിക്കുന്ന നിലപാടിലായിരുന്നു അക്ബർ. ഫുഡ് ലേറ്റ് ആയപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ നിങ്ങൾ തരാൻ പോണെന്ന് ചോദിച്ചുകൊണ്ട് ഒനീലും വന്നു. അത് പിന്നെ അങ്ങ് സംസാരിച്ച് ഏറ്റുപിടിച്ച് വഴക്കായി ബഹളമായി. ഒനീലിനെ അക്ബർ ഒരു തെറി വിളിച്ചു. ഇപ്പം മിക്ക മലയാള സിനിമയിലും സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറി. ഷാനവാസും ഒനീലും അപ്പം തന്നെ ബിഗ് ബോസിന്റെ അടുത്ത് പോയി തെറി പറഞ്ഞതിനെ പറ്റി കംപ്ലൈന്റ് ചെയ്തു. പിന്നെ അതിനകത്ത് അപ്പാനിയും ഇടപെട്ട് കുറെ നേരം ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അങ്ങനെ പോയി. ഇതിന്റെ ഇടയ്ക്ക് ബിഗ് ബോസ് ചില ലവ് ട്രാക്കുകളൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അനുമോളുടെ അടുത്ത് ആര്യനെ സൂചിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടെ സംസാരിച്ചൊരു കാര്യം ബിഗ് ബോസ് എപ്പിസോഡിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ജിസേലിന്റെ ഡ്രസ്സ് അവിടെ വീണ്ടും പ്രശ്നമായി. ജിസേൽ വേറെ ഡ്രസ്സ് ഇടുന്നുണ്ടെന്നുള്ള കാര്യം അനുമോൾ പറഞ്ഞു. അത് കീറിപ്പോയ കാര്യം ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ജിസേൽ പറഞ്ഞു. അതിടണ്ട ഇതിടണ്ട എന്നൊക്കെ പറയാൻ അനുമോൾ എന്താ അമ്മൂമ്മയാണെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ജിസേലിന്റെ അടുത്ത് ബിഗ് ബോസ് കൊടുത്ത ചില ഡ്രസ്സുകളൊക്കെ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. ജിസേൽ അതിനൊക്കെ ഇപ്പോഴും ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിസേലിന് ഹൈറ്റും വെയിറ്റും ഉണ്ട്, അനുമോളെ പോലെ ചെറുതല്ല എന്നൊക്കെ പറഞ്ഞു. അനുമോൾ അത് കേട്ട് ട്രിഗറായി ഹൈറ്റിനെ പറ്റി പറയേണ്ട, കഷ്ടപ്പെട്ട് തന്നെ ഇവിടം വരെ എത്തിയതെന്നൊക്കെ പറഞ്ഞു. അനുമോൾ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോയി പിന്നെ കരച്ചിലായി. ഹൈറ്റിന്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ അനുമോൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകൾ കരയേണ്ടെന്നല്ല, പക്ഷെ ഈ ഒരു ഷോയിൽ ഇങ്ങനെ എന്ത് കാര്യത്തിനും കരച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാലോ വഴക്കുണ്ടാക്കാൻ ചെന്നാലോ അപ്പൊ കരച്ചിലേക്ക് പോകുന്നുള്ള കാരണം ഒരു സൈഡിലേക്ക് മാറ്റും. പിന്നെ അവരുടെ നേരെ ആരും കളിക്കാൻ വരില്ല. പിന്നെ അവരങ്ങനെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അവരാരും നോമിനേറ്റ് ചെയ്യാൻ പോലും നിൽക്കില്ല. ഒരു സിമ്പതി ആണോ അതോ ഡയറക്റ്റ് അവരുടെ പേര് പറഞ്ഞാൽ അവരുടെ കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ടോ ആളുകൾ ആ പേരങ്ങനെ നൈസായിട്ട് വിട്ടുപോകും. അത് ഈ ഒരു ഷോയ്ക്ക് അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല. അനുമോൾ ഇനി കരയാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ജിസേലിനൊക്കെ 3-ാം തവണയാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ വാൺ ചെയ്യുന്നത്. ബിഗ് ബോസിന് ഒന്നും അവസാനിപ്പിക്കാറായില്ലേ? എന്നാൽ ലാലേട്ടൻ റെയ്ഡിങ് ഡ്രാമ പരിപാടിയൊക്കെ നടത്തിയ സമയത്ത് ഈ ജിസേൽ വെക്കുന്ന സാധനങ്ങളൊക്കെ റെയ്ഡ് ചെയ്ത് പിടിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിപ്പോ സ്ഥിരം ഇത് തന്നെ. ഈ ജിസേലിനെ പറ്റി എന്തെങ്കിലും പറയുന്ന ഈ ഡ്രസ്സിന്റെ കാര്യം മാത്രമായി മാറി. പിന്നെ എപ്പിസോഡിലൊക്കെ കാണിക്കുന്ന നെവിന്റെ കട്ടുതീറ്റയാണ്. അതൊരു കണ്ടന്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമുണ്ടോന്ന് പോലും അറിയില്ല. ഇത്തവണ നൂറയും കൂടെ അതിനകത്ത് പുള്ളി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.